നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. സ്വാഭാവികമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ ട്രെൻഡിങ് ഡേ ആകാറാണ് പതിവ്. ഇന്നലെ നമ്മുടെ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇൻഫോസിസ് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല US മാർക്കറ്റിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത നമ്മുടെ അതേ ഇൻഫോസിസ് തന്നെ ഏകദേശം 6% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ US മാർക്കറ്റും ഇന്നലെ ഇടിവിലാണ് ഉണ്ടായിരുന്നത്. ആപ്പിൾ ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തി. ട്രംപ് ജനുവരി 20 വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് വരുന്നതും അതിൻ്റെ ഇനാഗ്രേഷൻ പരിപാടികളെല്ലാം തന്നെ ഉള്ളത്. അതിനു മുമ്പ് തന്നെ ആപ്പിൾ പുറത്തുവിട്ടു ചൈനയിൽ ആപ്പിളിൻ്റെ സെയിൽസ് കുറവാണ്. ഇനിയിപ്പോൾ ട്രംപ് കൂടുതൽ ചൈനയായിട്ട് സൗഹൃദപരമല്ലാത്ത ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ആപ്പിളിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ ദോഷകരമാകുക. അതുകൊണ്ടാണ് ഇന്നലെ ടെക്നോളജി ഇൻഡെക്സ് ഫോൾ ആയിട്ടുള്ളത് US. കൂടാതെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നമ്മുടെ റിലയൻസിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. കൂടാതെ ഇന്ന് ടെക്കം, വിപ്രോ, SBI ലൈഫ് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടും മാർക്കറ്റ് ഹവേഴ്സിലും അല്ലാത്ത സമയങ്ങളിലും വരും. അപ്പോൾ അതിൻ്റെയും ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. സ്റ്റിൽ FIS സെല്ലിംഗ് മോഡലാണ്. 4342 കോടി രൂപയ്ക്ക് ഇന്നലെ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തു. ഈവൻ നിഫ്റ്റി ഇന്നലെ ഏകദേശം ഒരു 90 പോയിൻറ്റിൻ്റെ അപ്സൈഡ് ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഓരോ ഹൈസിലും അവർ സെല്ല് ചെയ്യുകയാണെന്നുള്ളത് ഓൾറെഡി വിസിബിളാണ്. DIs 2900 കോടി രൂപയ്ക്ക് മാർക്കറ്റിൽ ഇന്നലെ ബൈ നടത്തി. എന്നത്തെയും പോലെ ഇന്നലെയും ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന മോസ്റ്റ്ലി ഏഷ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് ഫ്ലാറ്റാണെന്ന് വേണം പറയാൻ. ബിറ്റ്കോയിൻ വീണ്ടും 1,00,000 എന്ന് പറയുന്ന റേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1,00,000 സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 81.33. ഗോൾഡ് ഒന്ന് സ്പൈക്ക് ചെയ്തു, $2,715 ഇന്ത്യ വിക്സ് ഇന്നലെ വെറുതെ അല്ല ഇടിയാത്തത്. 1.56% സ്പൈക്ക് ഉണ്ടായി. 15.49 ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് 1% ഓൾറെഡി ഇടിഞ്ഞു. ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. കൊറിയ ഫ്ലാറ്റാണ്. ചൈന ഫ്ലാറ്റാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ കാണാം 3 FTSE, CAC 40, ഡാക്സ് ഒക്കെ എന്ന് പറയുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. അത് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡോയും നാസ്ഡാക്കും കാണാം റെഡിൽ ക്ലോസ് ചെയ്തു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കാണാം. ഇൻഫോസിസ് 6% അടുത്തും വിപ്രോ 4% അടുത്തും ഇടിവ് രേഖപ്പെടുത്തി. ഡോക്ടർ റെഡ്ഡിയും 3% ഇടിവ് ഉണ്ടായിരുന്നു. എന്നാൽ ICICI ബാങ്കും റിലയൻസും പ്രശ്നമില്ല. കാരണം റിലയൻസിൻ്റെ റിസൾട്ട് ഉണ്ട്. എന്താ റിലയൻസിൻ്റെ റിസൾട്ട്? റിലയൻസിൻ്റെ റിസൾട്ടിൽ പ്രധാനമായിട്ടും നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 6.5% വർദ്ധിച്ചു. കൂടാതെ തന്നെ റിലയൻസ് ജിയോ, റിലയൻസ് റീറ്റെയിൽ എല്ലാം തന്നെ പ്രോഫിറ്റിലാണ് ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം. IRCTC ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് സുധീർ കുമാറിനെ നിയമിതനായി എന്നുള്ള ന്യൂസ്. TVS മോട്ടേഴ്സ് ഹിൻഡി മോട്ടോഴ്സായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പവർ ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി അവർക്ക് പുതിയ പവർ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് 113 കോടി രൂപയുടെ പ്രൊജക്റ്റ് കിട്ടി. ഇന്ത്യൻ ബാങ്ക് പുതിയ MD CEO ആയിട്ട് പുതിയ വിനോദ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തെ നിയമിതനായിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് സെബിയുടെ ഭാഗത്തു നിന്ന് അഡ്മിനിസ്ട്രേറ്റർ വാർണിംഗ് ലെറ്റർ കിട്ടി. സുരക്ഷ ഡയഗ്നോസ്റ്റിക് കമ്പനി ഇവരെ CFO റിസൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. പോപ്പുലർ വെഹിക്കിൾസ് റവന്യൂ 3% ഇയർ ഓൺ ഇയർ കുറഞ്ഞു. ബോറോസൽ റിന്യൂവബിൾ കമ്പനി ഇവരുടെ ഗ്ലാസ് മാനുഫാക്ചറിങ് പ്ലാന്റ് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. BPCL കമ്പനി 31,000 കോടി രൂപയുടെ പുതിയ ലോൺ സാങ്ഷനായിട്ടുണ്ട്. SBI ആയിട്ട് സാങ്ഷനാക്കിയിട്ടുള്ളത്. ഹാവൽസ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 3% ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ആസ്ട്രസെനിക്ക ഫാർമ പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. AIA എഞ്ചിനീയറിംഗ് കമ്പനി ചൈനയിലും ആഫ്രിക്കയിലുള്ള ഗ്യാനയിലും ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒപ്റ്റിമസ് ഫിനാൻസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് 1:10 റേഷ്യോയിൽ. മെട്രോ ബാൻഡ് കമ്പനി ഫുഡ്വെയർ നിർമ്മാതാക്കളാണ്. നെറ്റ് പ്രോഫിറ്റ് 4% ഇടിഞ്ഞു. റവന്യൂ എന്നാൽ 11% അപ്സൈഡ് ഉണ്ട്. മോബിക്വിക്ക് കമ്പനി പിരമൽ ഫിനാൻസ് ആയിട്ട് പേഴ്സണൽ ലോണെല്ലാം തന്നെ കൊടുക്കാനായിട്ടുള്ള ബിസിനസ് ധാരണയായി. രവീന്ദ്ര എനർജി കമ്പനി പുതിയ സോളാർ പ്രൊജക്റ്റ് ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഐറിസ് ബിസിനസ് സർവീസ് കമ്പനി കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട്
MSME എക്കോസിസ്റ്റം ചെയ്യാനായിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. HFCL കമ്പനി BSLൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു വർക്ക് ഓർഡർ കിട്ടി. ബജാജ് ഹെൽത്ത് കെയർ കമ്പനി ഇവർ മഗ്നീഷ്യം എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ സെയിൽ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടി. ആ ഒരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഫിനാൻസ് ഡിജി ലൈഫ് കമ്പനി ഇവർ ഒരു മാനുഫാക്ചറിങ് അഗ്രിമെൻറ്റ് ഗ്ലോബൽ കസ്റ്റമറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പുകളെല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാമിലുണ്ടാവും. കൂടാതെ തന്നെ ട്രേഡബിൾ ടാബിലുണ്ടാവും. റിസൾട്ടിന് വന്നതും റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റും ഡിവിഡൻഡ് ഡീറ്റെയിൽസും IPO എല്ലാം തന്നെ നമ്മുടെ ട്രേഡബിൾ ടാബിലുണ്ട്. ട്രേഡബിൾ ടാബിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ടെലഗ്രാമിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. രണ്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.